വീണ്ടും മഴ വന്നതോടെ അർജുനായുള്ള തിരച്ചിൽ മന്ദഗതിയിലായി. പ്രദേശത്ത് നേരിയ മണ്ണിടിച്ചിലും ഉണ്ടായി. റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഇതോടെ തടസ്സപ്പെട്ടു. കുമാരസ്വാമി സ്ഥലം സന്ദർശിച്ചു. വിവരങ്ങളുമായി അങ്കോളയിൽ നിന്ന് KV ബൈജു ചേരുകയാണ്. ബൈജു, ഏറെ പ്രതീക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുകയാണ്. അതിനിടയിലാണ് ദുശ്ശകുനം എന്ന രീതിയിൽ തന്നെ മഴ പെയ്തിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സുബി, നമ്മൾ ഉച്ചവരെ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ പ്രദേശത്ത് മഴ പെയ്തു തുടങ്ങി. ഏതായാലും ഈ തിരച്ചിൽ രക്ഷാപ്രവർത്തനമൊക്കെ മന്ദഗതിയിലായിരിക്കുന്നു. 2-3 JCB മാത്രം ഉപയോഗിച്ച് ഇന്നലത്തെ സമാനമായ ഒരു തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ലോറി ഉടമ കൂടിയായ നിസാമിന്റെ എതിരെ ഒരു കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അവർ സ്വന്തം നിലയിൽ, അതായത് രഞ്ജിത്ത്, നമുക്കറിയാം ഉത്തരാഖണ്ഡിലൊക്കെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനത്തിനായി പോയ രഞ്ജിത്തിനെയും കൊണ്ട് ഈ സ്വന്തം നിലയിൽ ഈ സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്ത് അത്ര നടപടി ഉണ്ടായി. അത് പിന്നീട് പോലീസ് വാക്കുതർക്കം ഉണ്ടായി. പിന്നീട് ഈ മനാഫിനെ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. എന്നാൽ അവരെ തിരിച്ച് താഴത്തേക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നും വലിയ നടപടി ഉണ്ടാകുന്നു. മാധ്യമങ്ങളെ ആ ഭാഗത്തേക്ക് കയറ്റാത്ത ഒരു സാഹചര്യം. എന്തായാലും നിലവിൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാര്യമായ അവിടെ നിന്നുള്ള വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതായത് കാര്യമായ പുരോഗതി ഈ തിരച്ചിലിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനിടയിലാണ് കുമാരസ്വാമി വന്നത്. ഈ കുമാരസ്വാമി വന്നപ്പോഴും നേരിയ മണ്ണിടിച്ചിലുണ്ടായി. അതോടുകൂടി തന്നെ ആ പ്രദേശത്ത് ഇത്തരത്തിൽ തിരച്ചിലിൽ ഏർപ്പെട്ട ഭൂരിഭാഗം പേരും അവിടെ നിന്നും തിരിച്ച് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തൊട്ട് താഴെ 2 കിലോമീറ്റർ താഴെയുള്ള ഈ സ്ഥലത്തേക്ക് എത്തി. ഏതായാലും വലിയ പ്രതീക്ഷയായിരുന്നു. നമുക്ക് രാവിലെ 11:30-12 മണിയോടുകൂടിയെല്ലാം ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുക്കാൻ പോയ സമയത്ത് തന്നെ വലിയ ആ രീതിയിലുള്ള ഊർജിതമായ തെരച്ചിൽ ആയിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നിരാശയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ആശങ്ക അപ്പം ഉയരുന്നുണ്ട്. 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. രഞ്ജിത്തിനെ കാണാതായിട്ട്, രഞ്ജിത്തിന്റെ ലോറിയുമായി രഞ്ജിത്തിനെ കാണാതായിട്ട് 100 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ അത്തരമൊരു സാഹചര്യത്തിൽ ഈ മഴ കൂടി വന്നതോടുകൂടി ഇന്ന് വൈകിട്ടോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ മണ്ണിനടിയിൽ ഇത്തരത്തിൽ ജീവനോടെ രഞ്ജിത്ത് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക, ലോറി കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ ദൗത്യം. പക്ഷെ അതിനൊന്നും അത്ര വേഗത ഇല്ലാത്തൊരു തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും രഞ്ജിത്ത് ജീവനോടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഇവരുടെ പ്രവർത്തനം മന്ദഗതിയിലായപ്പോഴാണ് പുറത്തുനിന്നും ഇത്തരത്തിൽ സ്വന്തം ചെലവിൽ ഈ രഞ്ജിത്തിനെ ഇവിടെ കൊണ്ടുവരുന്നതൊക്കെ സാഹചര്യമുണ്ടായിരുന്നത്. അത് ഇവിടെ സമ്മതിക്കാത്തൊരു സാഹചര്യമുണ്ട്. നമുക്ക് രാവിലെ നമ്മൾ കണ്ടതാണ്, കേരളത്തിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവം വളരെ ഇവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ കുടുംബം ഈ ബുധനാഴ്ച മുതൽ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് രഞ്ജിത്തിനായി കാത്തിരിക്കുകയാണ്. ഓരോ നിമിഷവും നമ്മളിൽ പ്രേക്ഷകർക്കൊപ്പം തന്നെ നമ്മളോടൊപ്പം ഇത്തരത്തിൽ പ്രതികരണമായി ഇവർ നേരത്തെയും നമ്മളൊപ്പം ചേർന്നതാണ്, പല ദിവസങ്ങളിലായി ചേർന്നതാണ്. അവിടുത്തെ ഓരോ വിവരങ്ങളും ഇവരാണ് നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. കാരണം മുകളിൽ ഇവർ പലപ്പോഴും ഈ പ്രദേശത്ത് തന്നെയായിരുന്നു, മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിച്ചത് ഇവർ തന്നെയായിരുന്നു. ഇപ്പോഴും ഇവർ ഇവിടെ കാത്തിരിക്കുന്നത് രഞ്ജിത്ത് ഇത്തരത്തിൽ രഞ്ജിത്തിനെയും കൊണ്ട് പോയ സമയത്താണ് ഇവർക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായത്. അതിന്റെ ദൃശ്യം ഇവർ തന്നെയാണ് ചിത്രീകരിച്ചത്. എന്തായാലും അർജുൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കുടുംബം കാത്തിരിക്കുമ്പോഴും ഈ തിരച്ചിലിന്റെ കാര്യത്തിൽ ഒരു ആശങ്ക നിലവിൽ ഉയർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കാണാം. മഴ തുടങ്ങിയിട്ടുണ്ട്. വൈകിട്ടായി കഴിഞ്ഞാൽ അത് മഴയുടെ ശക്തിയും കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ തിരച്ചിൽ ഇന്ന് വൈകിട്ടോട് നിർത്തിവെക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. സുബി, ബൈജു, നമ്മൾ കണ്ടതാണ് ഈ പ്രളയകാലത്തൊക്കെ ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ കേരളത്തിന്റെ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതുപോലെ അതിന് സമാനമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ സാധ്യമാകുന്നില്ല എന്ന് അവിടെ സന്ദർശിച്ച സമയത്തെങ്കിലും ബൈജുവിന് പറയാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത്തരം ഏതെങ്കിലും തരത്തിലുള്ള യന്ത്ര സാമഗ്രികളൊന്നും അവിടെ ഇല്ല. 3-4 JCB ഉപയോഗിച്ച് മണ്ണ് ഇളക്കി മാറ്റുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. പക്ഷേ രാവിലെ നമ്മൾ അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടത് നിരവധി ഉദ്യോഗസ്ഥരായിരുന്നു, കൂടുതലായും ഉദ്യോഗസ്ഥരായിരുന്നു, എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ. ഒപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്ത് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തുന്നതായിരുന്നു. അതിൽ ഏറ്റവും വലിയ പ്രതീക്ഷ പകർന്നതും ഈ റഡാറുമായുള്ള പരിശോധനയിൽ ഇത്തരത്തിൽ ഒരു സിഗ്നൽ ലോറിയുടെ
സംശയിക്കുന്ന ഒരു സിഗ്നൽ ലഭിച്ചതാണ്. ആ സ്ഥലം കൃത്യമായി മണ്ണെടുത്താൽ ആ ലോറി അതിനകത്തുണ്ടാകുമെന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും പറയുന്നത്. അവരും പറയുന്നത് മന്ദഗതിയിലാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഈ രീതിയിൽ തെരച്ചിൽ നടത്തിയാൽ ഇത് എങ്ങും എത്താത്ത ഒരു അവസ്ഥ വരും. അത് വലിയ ആശങ്ക നാളത്തേക്ക് ഉണ്ടാകും. എന്തായാലും ഒരു കുടുംബത്തിൽ നിരവധി കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് അവരുടെ കുടുംബത്തിൽപ്പെട്ടവരും സുഹൃത്തുക്കളും ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നു. അർജുനെ ഏത് രീതിയിലും അർജുൻ പുറത്ത് വരും, അവിടെ നിന്നും രക്ഷപ്പെട്ടു വരും എന്ന പ്രതീക്ഷയിലാണ് അവർ ഇവിടെ എത്തിയത്. ഒപ്പം മാധ്യമങ്ങളും ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എല്ലാ ദൃശ്യമാധ്യമങ്ങളും കന്നഡ ചാനൽ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളും ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ വളരെ മന്ദഗതിയിൽ 1-2 JCB മാത്രമാണ്. അവർ ഇപ്പോൾ മനാഫ് അല്പസമയത്തിന് അവിടെ നിന്നും താഴേക്ക് വന്നത്. മനാഫ് തന്നെ അവിടെ കണ്ട കാഴ്ച 1-2 JCB ഉപയോഗിച്ച് അത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന ഒരു ഇടപെടൽ മാത്രമാണ്. ഏതായാലും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഇനിയും വേണ്ടിവരുമെന്ന ഒരു സംശയം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി തലത്തിൽ തന്നെ അത് വേണ്ടിവരുമെന്ന ഒരു സംശയമാണ് ഇവർ കുടുംബം പ്രകടിപ്പിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായ പോലെ ഉള്ള ഒരു തിരച്ചിലിൽ ഒരു വേഗത ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഈ കനത്ത മഴ കൂടി പെയ്താൽ ഇവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്ന തരത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് ഇനി വീണ്ടും സമ്മർദ്ദം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടിവരുമോ എന്ന സംശയവും കൂടി ഇപ്പോൾ ഇവർ ഉയർത്തുന്നുണ്ട്. സുബി.